ഒടുവിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പോർക്കളത്തിലിറങ്ങി. കൂഫക്കാർ തനിക്കെഴുതിയ കത്തുകൾ ഉയർത്തിക്കാണിച്ച് മഹാൻ പറഞ്ഞു, നിങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് നിങ്ങളുടെ അധികാരം ആവശ്യമില്ല. നിങ്ങൾ ഇവിടുത്തെ ഖലീഫയെ ബൈഅത്ത് ചെയ്തിട്ടില്ലെന്നും നിലവിൽ ഇവിടെ ഒരു ഭരണകൂടമില്ലെന്നും ഞാൻ വന്നാൽ ഖലീഫയായി ബൈഅത്ത് ചെയ്യുമെന്നും സത്യം ചെയ്തെഴുതിയ കത്തുകളാണിവ. കത്തിലുള്ള വ്യക്തികളുടെ പേരുകൾ അദ്ദേഹം ഉറക്കെ വായിച്ച് ഇന്നയാൾ അയച്ച കത്തല്ലേ ഇതെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, ചരിത്രപഥം കർബല പോർക്കളമാകുന്നു. ഹിജറ 61 മുഹറം 9 വ്യാഴാഴ്ച ഗവർണർ ഇബ്നു സിയാദിൻ്റെ 5000-ഓളം വരുന്ന ഉമർ ഇബ്നു സഅദിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു നയിക്കുന്ന ചെറു സൈന്യത്തെ വലയം ചെയ്തു. യുദ്ധം അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉമറിനോട് പറഞ്ഞു, ഇപ്പോൾ വ്യാഴം ഉച്ച കഴിഞ്ഞല്ലോ, വെള്ളിയാഴ്ച രാവാണ്. അതിനാൽ വീണ്ടും വിചാരം നടത്താൻ ഞങ്ങൾക്ക് അല്പം സാവകാശം തരണം. കുറച്ചു നേരം കൂടി അള്ളാഹുവിന് ഞങ്ങൾ ആരാധനകൾ അർപ്പിക്കട്ടെ. ഈ രാത്രി അതിനുപയോഗപ്പെടുത്താൻ സമ്മതിക്കണം. നാളെ അള്ളാഹുവിൻ്റെ വിധി പോലെ നടക്കട്ടെ. ആ അഭ്യർത്ഥന ഉമർ ഇബ്നു സഅദ് അംഗീകരിച്ചു. ഇരുവിഭാഗവും തമ്പുകളിലേക്ക് മടങ്ങി. തമ്പിലെത്തിയ ഹുസൈൻ റളിയല്ലാഹു അൻഹു സഹപ്രവർത്തകരോടൊപ്പം തങ്ങളുടെ എല്ലാ കൂടാരങ്ങളും ചേർത്തുകെട്ടി. സൈന്യം പിന്നിലൂടെ പ്രവേശിക്കാതിരിക്കാനായി കൂടാരങ്ങൾക്ക് പിറകിൽ കിടങ്ങുകുഴിച്ച് വിറകു നിറച്ചു. യുദ്ധം തുടങ്ങുമ്പോൾ തീ കത്തിക്കാനായിരുന്നു തീരുമാനം. ഈ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയ ശേഷം എല്ലാവരും നഖം മുറിച്ചു. നീക്കേണ്ട മുടികളും മറ്റും നീക്കി കുളിച്ചു വൃത്തിയായി. അടുത്ത പകലിൽ എന്തായാലും കൊല്ലപ്പെടുമെന്നുറപ്പിച്ച് അവരെല്ലാം പിന്തിരിഞ്ഞോടുന്നത് ഊഹിക്കാൻ പോലും പറ്റാത്തതിനാലാണ് മരണം ആസന്നമായാൽ വേണ്ട സുന്നത്തുകളെല്ലാം പാലിച്ചത്. പ്രഭാതം പുലരും വരെ നിസ്കാരം, ദിക്ർ, ദുആ, തൗബകളിലായി ചെലവിട്ടു. സാഹചര്യം അനുഗുണമല്ലെന്നും അപകടം തൊട്ടടുത്തെത്തിയിട്ടുണ്ടെന്നും മനസ്സിലായതോടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും കരയാൻ തുടങ്ങി. മറ്റു സ്ത്രീകളെ അപേക്ഷിച്ച് അറിവും പക്വതയുമുള്ള സൈനബ് ബിൻത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ പോലും കരഞ്ഞു ബോധരഹിതയായി. ഹുസൈൻ റളിയല്ലാഹു അൻഹു മഹദിയുടെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞു. ബോധം തെളിഞ്ഞപ്പോൾ അറിയിച്ചു, അള്ളാഹുവിൻ്റെ തീരുമാനം എന്തായാലും അത് നടക്കും. അവൻ വിധിച്ചത് സ്വീകരിക്കലാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് ഇനി ഇത്തരം അസ്വസ്ഥതകൾ നിങ്ങളിൽ നിന്നുണ്ടാകരുത്. ഞാൻ കൊല്ലപ്പെട്ടേക്കാം, സാഹചര്യം അങ്ങനെയാണ്. നിങ്ങളിൽ നിന്ന് ഇപ്പോൾ സംഭവിച്ചത് അബദ്ധമാണ്. ഞാൻ വധിക്കപ്പെട്ടാൽ മാറത്തടിച്ച് നിലവിളിക്കുകയോ അട്ടഹസിച്ച് കരയുകയോ അരുത്. അത് നമ്മുടെ ഉപ്പാപ്പ വിരോധിച്ചതാണ്. പക്ഷേ ബീവിക്ക് കരച്ചിൽ നിർത്താനായില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു തുടർന്നു, ഇബ്നു അബ്ബാസിന് അള്ളാഹു കരുണ ചെയ്യട്ടെ. അദ്ദേഹം ഈ ഭവിഷ്യത്ത് മുന്നിൽ കണ്ട് എന്നെ ഒരുപാട് ഉപദേശിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, കൂഫയിലേക്ക് പോയേ പറ്റൂ എന്നാണെങ്കിൽ യുദ്ധം ചെയ്യാൻ ത്രാണിയുള്ളവരെ കൂടെ കൊണ്ടുപോയിക്കോളൂ. സ്ത്രീകളെയും കുട്ടികളെയും ഒരു കാരണവശാലും യുദ്ധരംഗത്തേക്ക് വലിച്ചിഴക്കരുത്. നിങ്ങളിപ്പോൾ ഇറാഖിൽ ചെന്നാൽ എന്തായാലും അവർ എതിർക്കുകയും അത് യുദ്ധത്തിനിടവരുത്തുകയും ചെയ്യും. തുടർന്ന് സ്ത്രീകളുടെയും കുട്ടികളുടെയും മുമ്പിൽ വെച്ച് താങ്കൾ കൊല്ലപ്പെടും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് സംഭവിച്ചത് താങ്കൾക്ക് പറ്റുമെന്ന് ഞാൻ ഭയക്കുന്നു. പക്ഷേ അന്നേരം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് സ്വീകാര്യമായി തോന്നിയില്ല. ആരാധനകളിൽ മുഴുകി സമയം പോയതറിഞ്ഞില്ല. സുബ്ഹ് ബാങ്ക് വിളിച്ചപ്പോൾ ഇരുപക്ഷത്തുള്ളവരും വെവ്വേറെ ജമാഅത്തായി നിസ്കരിച്ചു. അതുവരെയുള്ള നിസ്കാരങ്ങൾക്ക് ഇരുപക്ഷത്തിൻ്റെയും ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. സൈനികരിൽ പലരുടെയും ആഗ്രഹം ഹുസൈൻ റളിയല്ലാഹു അൻഹു ഖലീഫയാകണമെന്നായിരുന്നുവെങ്കിലും അത്തരമൊരു ശബ്ദം പോലും പുറത്തു വരാതിരിക്കാൻ നിതാന്ത ജാഗ്രതയോടെയാണ് ഭരണകൂടം നീങ്ങിയതെന്നതിനാൽ എതിർ ശബ്ദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഷാമുകാരായ സൈനികരിൽ ഒരാൾ പോലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെതിരെ തിരിഞ്ഞില്ല. ഉമവി ഭരണകൂടത്തെ പിന്തുണക്കുന്നവരിൽ പ്രധാന പങ്കും ഷാമുകാരായിരിക്കെയാണത്. ഉമവി കുടുംബത്തിൽപ്പെട്ട ആരും ഈ യുദ്ധത്തിൽ പങ്കാളിയായതുമില്ല. ഇറാഖികൾ മാത്രമായിരുന്നു എതിർപക്ഷത്തു നിന്നത്. സൈന്യാധിപൻ ഉമർ ഇബ്നു സഅദും ഇറാഖിയാണ്. ത്വഫ് ചെഞ്ചായ മണിയുന്നു. മുഹറം 10 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ യുദ്ധം ആരംഭിച്ചു. അറബികളുടെ പൊതുരീതി അനുസരിച്ച് ആദ്യം ദ്വന്ദ്വയുദ്ധമായിരുന്നു. ഇതിനായി ഹുസൈനോടൊപ്പമുള്ളവരിലെ അഹ്ലുബൈത്തല്ലാത്ത ചിലർ പോർക്കളത്തിലിറങ്ങി. അവരെ നേരിടാൻ എതിർ സൈന്യത്തിലെ ചിലരും കളത്തിലെത്തി. പ്രഥമഘട്ടത്തിൽ അവരിലെ 10ഓളം മല്ലന്മാരെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനൊപ്പമുള്ളവർ വധിച്ചു. അന്നേരം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ക്യാമ്പിലെ ഒരാൾ പോലും കൊല്ലപ്പെട്ടിരുന്നില്ല. ഈ വിധത്തിൽ മുന്നോട്ടു പോയാൽ സൈനികരുടെ മനോവീര്യം തകരുമെന്ന് മനസ്സിലാക്കിയ അമ്ർ സൈന്യാധിപനായ ഉമറിനോട് സേനാവ്യൂഹം ഒന്നിച്ച് യുദ്ധക്കളത്തിലിറങ്ങി പോരാടാൻ നിർദ്ദേശിച്ചു. അത് അംഗീകരിച്ച് ഉമറും സൈനികരും കൂട്ടയുദ്ധത്തിനൊരുങ്ങി. അപ്പോഴും മറുഭാഗത്ത് നിന്ന് 1-2 വ്യക്തികളെന്ന രീതിയിൽ ഇവരെ പ്രതിരോധിച്ചുകൊണ്ടിരുന്നു. ഒരാൾ കൊല്ലപ്പെടുമ്പോൾ മറ്റൊരാൾ ഇറങ്ങും. ഈ രീതി തുടർന്നുകൊണ്ടിരുന്നു. അതേറെ നേരം നീണ്ടു.
ഒടുവിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബക്കാരല്ലാത്തവരെല്ലാം കൊല്ലപ്പെട്ടു. 60ഓളം പേരുണ്ടായിരുന്നു അവർ. അഹ്ലുബൈത്ത് മാത്രം ശേഷിച്ചു. പിന്നീട് അവരും ഓരോരുത്തരായി പോർക്കളത്തിലിറങ്ങി. കുറഞ്ഞ സമയത്തിനകം അവരെല്ലാം എതിരാളികളുടെ വാളുകൾക്കിരയായി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അലിയുൻ അക്ബർ അടക്കം പ്രായപൂർത്തിയെത്തിയ കുട്ടികളും കൊല്ലപ്പെട്ടു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവും 2 മക്കളും മാത്രമേ പുരുഷന്മാരിൽ ഇനി ബാക്കിയുള്ളൂ. പിഞ്ചു കുഞ്ഞായ ഉമറും രോഗിയായ മകൻ അലി സൈനുൽ ആബിദീനും റളിയല്ലാഹു അൻഹും. ഒടുവിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പോർക്കളത്തിലിറങ്ങി. കൂഫക്കാർ തനിക്കെഴുതിയ കത്തുകൾ ഉയർത്തിക്കാണിച്ച് മഹാൻ പറഞ്ഞു, നിങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് നിങ്ങളുടെ അധികാരം ആവശ്യമില്ല. നിങ്ങളിവിടുത്തെ ഖലീഫയെ ബൈഅത്ത് ചെയ്തിട്ടില്ലെന്നും നിലവിൽ ഇവിടെ ഒരു ഭരണകൂടമില്ലെന്നും ഞാൻ വന്നാൽ ഖലീഫയായി ബൈഅത്ത് ചെയ്യുമെന്നും സത്യം ചെയ്തെഴുതിയ കത്തുകളാണിവ. കത്തിലുള്ള വ്യക്തികളുടെ പേരുകൾ അദ്ദേഹം ഉറക്കെ വായിച്ച് ഇന്നയാൾ അയച്ച കത്തല്ലേ ഇതെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചതിയും കളവുമാണ് ചെയ്തത്. ഈ 2 ദുസ്വഭാവങ്ങളും ഹൃദയത്തിൽ ഈമാനില്ലാത്തവരുടെ ലക്ഷണമാണ്. ഇതു കേട്ട എതിർപക്ഷം നിശബ്ദത പാലിച്ചു. ചിലർക്ക് കുറ്റബോധം തോന്നിയെങ്കിലും ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിനെ പേടിച്ച് ഒന്നും ഉരിയാടിയില്ല. ഞങ്ങൾ കത്തയച്ചില്ലെന്ന് പറഞ്ഞ് ചിലർ ഒഴിഞ്ഞുമാറി. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നു. എല്ലാം പറഞ്ഞും അറിയിച്ചും കഴിഞ്ഞപ്പോൾ അന്തിമ പോരാട്ടത്തിനൊരുങ്ങി ഹുസൈൻ റളിയല്ലാഹു അൻഹു. തനിക്കെതിരെ ഒന്നിച്ചു വന്നവരെ എതിരിടാനായി അദ്ദേഹം ചീറിയടുത്തു. അപ്പോൾ അവർ പിന്മാറും. എതിർപക്ഷം പിൻവലിഞ്ഞാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്പനേരം വിശ്രമിക്കും. ഇത് കാണുമ്പോൾ അദ്ദേഹത്തെ വകവരുത്തുന്നത് വൈകിപ്പിക്കുന്നതിനെക്കുറിച്ച് സൈനികർ പരസ്പരം കുറ്റപ്പെടുത്തും. വീണ്ടും സംഘം ചേർന്ന് മഹാന്റെ അടുത്തേക്ക് നീങ്ങും. തദവസരം അദ്ദേഹം ആയുധമണിഞ്ഞ് ഇവർക്കെതിരെ ചീറിയടുക്കും. അവർ വീണ്ടും ചിതറി പിൻവലിയും. ഇങ്ങനെ ദീർഘനേരം തുടർന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമകനെ കൊന്ന കുറ്റം തൻ്റെ പേരിലാവാതിരിക്കാനാണ് സൈനികർ പലരും പിന്മാറിയത്. ഒടുവിൽ അംർ ബിനു ദിൽജൗഷും ഒരു ചെറു സംഘവും മുന്നോട്ട് വന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുന്തം കൊണ്ട് കുത്തി വീഴ്ത്തി ശിരസ് ഛേദിച്ചെടുത്തു. അതോടെ യുദ്ധത്തിന് പരിസമാപ്തിയായി. കർബലയുടെ ബാക്കിപത്രം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഘത്തിൽ കാര്യമായി ആരും ബാക്കിയായില്ല. അബ്ദുല്ലാഹിബ്നു ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളടക്കം ഇറാഖിൽ മാതൃബന്ധത്തിൽപ്പെട്ട കുടുംബക്കാരുള്ളവർ രഹസ്യമായി യുദ്ധരംഗത്ത് നിന്ന് പിന്മാറി. ബന്ധുക്കളോട് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും തിരസ്കരിക്കുകയും 6 പേർ ആ ബന്ധുക്കളാൽ കൊല്ലപ്പെടുകയുമുണ്ടായി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളിൽപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു മാത്രം രക്ഷപ്പെട്ടു. പരിക്കേറ്റ് ബോധമറ്റ് വീണപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതി ശത്രുക്കൾ അദ്ദേഹത്തെ ഉപേക്ഷിക്കുകയായിരുന്നു. ഹസനുബിന് ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മാതൃ സഹോദരി ഇറാഖിയാണ്. അവർ ഗവർണർ ഇബ്നു സിയാദിനോട് പറഞ്ഞു, ഹസൻ എനിക്ക് മകനു തുല്യമാണ്. എൻ്റെ സഹോദരിയുടെ പുത്രൻ. പരിക്കേറ്റ് കിടക്കുന്ന അദ്ദേഹത്തെ പരിപാലിക്കാൻ എനിക്ക് അനുവാദം തരണം. അയാൾ സമ്മതിച്ചു. മാതൃ സഹോദരിയുടെ ചികിത്സയും പരിചരണവും മൂലം അദ്ദേഹം സുഖം പ്രാപിച്ചു. 86-ാം വയസ്സിൽ മദീനയിൽ വെച്ചാണ് അദ്ദേഹം വഫാത്താകുന്നത്. സെയ്ദ് ബിൻ ഹസൻ റളിയല്ലാഹു അൻഹു എന്ന മറ്റൊരു മകൻ യുദ്ധത്തിന് വന്നിട്ടില്ലായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകാനൊരുങ്ങിയപ്പോഴും പിന്നീട് അവിടെ നിന്ന് ഇറാഖിലേക്ക് തിരിച്ചപ്പോഴും ഇദ്ദേഹം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും വിധി മറ്റൊന്നായിരുന്നുവല്ലോ. തുടരും.